ക്ലീഷേകളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്തിൽ ചിലർ മനഃപൂർവ്വം നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു സിനിമയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യത്തിന്റെ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. വിഷ്ണു വിശാൽ നായകനായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആര്യനിൽ അതിന്റെ സംവിധായകനായിട്ടുള്ള പ്രവീൺ കെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ശ്രമിക്കുന്നുണ്ട്. സംഭവം കഥ മറ്റൊരു സീരിയൽ കില്ലർ സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്തേണ്ടത് കില്ലറിനെ അല്ല, മറിച്ച് ഇരകളെയാണ്. ഇത്തരത്തിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ സ്ട്രക്ചർ ചെയ്യുന്ന ഐഡിയകളുടെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഓപ്പോസിറ്റ് പിടിച്ച് കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു ലോജിക്കലായ കാരണം കൊണ്ടുവരേണ്ടി വരും. കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന തേർഡ് ആക്ടിലേക്ക് എത്തുമ്പോഴേക്കും ആര്യൻ എന്ന ഈ ത്രില്ലർ നല്ല രീതിയിൽ പാളിപ്പോകുന്നുണ്ട്. ഇമോഷണലായ കാരണങ്ങളൊക്കെ ഇട്ട് ഒന്ന് രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ അങ്ങോട്ട് വർക്കാകുന്നില്ല. ഒരു സൈക്കോപാത്തായ മനുഷ്യൻ പൊതുജന മധ്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്: അടുത്ത 5 ദിവസങ്ങളിൽ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ ആയിട്ട് കൊല്ലുന്നതിന് 1 മണിക്കൂർ മുന്നേ ആരെയാണ് കൊല്ലുന്നതെന്നും അനൗൺസ് ചെയ്യും. ഈ സൈക്കോപാത്ത് കഥാപാത്രം എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സിനിമ കാണണം. അയാളെ കണ്ടെത്തുക എന്നുള്ളത് ഇവിടെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അടുത്തതായിട്ട് കൊല ചെയ്യപ്പെടാൻ പോകുന്ന ആളുടെ പേര് പറഞ്ഞു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടെത്തുക എന്നത് മാത്രമേ പോലീസിന് മുന്നിൽ മാർഗമുള്ളൂ. DCP നമ്പിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഇതൊരു വൺ ലൈനർ ഐഡിയ ആയിട്ട് നോക്കുമ്പോൾ വളരെ ആവേശം തോന്നിക്കുന്ന ഒന്നാണ്. അതായത് സാധാരണഗതിയിൽ സിനിമയുടെ അവസാനമാണ് കില്ലർ ആരാണെന്ന് റിവീൽ ആകുന്നത്. അത് നമുക്കിവിടെ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മനസ്സിലാകുന്നുണ്ട്. കൊല്ലപ്പെടാൻ പോകുന്ന ആളുകളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഐഡിയയിലുള്ള ത്രില്ലുകളും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് ഒരർത്ഥത്തിൽ സംവിധായകൻ പ്രവീൺ ഈ പടത്തിൽ ശ്രമിക്കുന്നത്. പക്ഷേ ഈ സിനിമ എങ്ങനെ ഇതിലെ വില്ലൻ കഥാപാത്രം ഇത്രയും അസാധ്യമായ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയാൻ തുടങ്ങുമ്പോൾ മുതൽ ഈ പടത്തെ ചുറ്റിപ്പറ്റി നമുക്കുള്ള ക്യൂരിയോസിറ്റി കുറയാൻ തുടങ്ങുകയാണ്. സെൽവരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത് ഒരു പരാജയപ്പെട്ട എഴുത്തുകാരനായിട്ടാണ്. എന്നാൽ കഥയിൽ പിന്നീട് നടക്കുന്ന ചില കാര്യങ്ങളിൽ അവിശ്വസനീയമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ നടക്കുമ്പോൾ തിരക്കഥ സൗകര്യപൂർവ്വം ഈ ഫെയിൽഡ് റൈറ്റർ കഥാപാത്രത്തെ ഹാക്കറായിട്ടും ഫോറൻസിക് സയൻസ് വിദഗ്ധനായിട്ടും ഒക്കെ മാറ്റുന്നുണ്ട്. ചെറിയൊരു രാമനാഥൻ. അതുപോലെ തന്നെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കുടുംബജീവിതത്തിന് സത്യം പറഞ്ഞാൽ സിനിമയുടെ കഥയിൽ യാതൊരു പ്രാധാന്യവും ഇല്ല. എന്നിരുന്നാലും അത്യാവശ്യം ഒരു സമയം അതിന് കൊടുത്തിട്ടുണ്ട്. കഥയ്ക്ക് ഈ ട്രാക്ക് ആവശ്യമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു പോയിന്റിൽ ഈ കേസ് കുഴപ്പം പിടിച്ച തൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ വേറെ രീതിയിൽ നോക്കിക്കാണാൻ പ്രേരിപ്പിച്ചു എന്ന രീതിയിലൊക്കെ നായകൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് രണ്ടും തമ്മിലുള്ള ബന്ധം പ്രേക്ഷകർക്ക് ഒരു തരത്തിലും മനസ്സിലാവില്ല. എഴുത്ത് തന്നെയാണ് ഈ സിനിമയുടെ അടിസ്ഥാനപരമായ പ്രശ്നം. കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഈ ജോണറിനെ ഒന്ന് റീഇൻവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ആര്യൻ എന്ന് തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ പരിചിതമായിട്ടുള്ളൊരു കഥയെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുക മാത്രമാണ് ഈ സിനിമ ചെയ്യുന്നത്. വിഷ്ണു വിശാൽ കഥാപാത്രമാകുന്നതിന് പകരം ഈ സിനിമയിൽ ഒരു ഓവർ ദ ടോപ്പ് ഹീറോ ആകാൻ ശ്രമിക്കുന്നത് പടത്തിന് ബാധ്യതയാകുന്നുണ്ട്. സെൽവരാഘവന്റെ കഥാപാത്രത്തിലൂടെ സിനിമയുടെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഉപയോഗിച്ച് ഒരു ഗംഭീര ബിൽഡപ്പ് കൊണ്ടുവന്നതിന് ശേഷം പടം വിഷ്ണു വിശാലിന്റെ ക്ലീഷേ ഹീറോ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ അത്രയും നേരം ഉണ്ടാക്കിയെടുത്തൊരു ഫ്ലോ ഇല്ലാതാക്കി കളയുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ നായകന്റെ വ്യക്തി ജീവിതത്തിന് ഇവിടെ കാര്യമായ പ്രാധാന്യമില്ല. അതുപോലെ തന്നെ ഒരാവശ്യവുമില്ലാതെ ഒരു ഹാർബർ ഫൈറ്റൊക്കെ ഇതിലേക്ക് എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വേറെ ഒരു ഗ്യാങ് നമ്പിയെ പിന്തുടരുന്നതായിട്ടൊക്കെ സംവിധായകൻ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതും ഒന്നും പെടാത്തൊരു തണുപ്പൻ ഫൈറ്റിന് വേണ്ടി അവസാനം വരെ കൊണ്ടുപോയ ഒരു ട്രാക്കായി മാറി. എന്തിന് ഇത്രയും പേരെ കൊന്നു എന്നതിൻ്റെ കാരണത്തിലേക്ക് പടം കടക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ എഴുത്തിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള സൈഡ് നമ്മൾ കാണുന്നത്. അങ്ങേയറ്റത്തെ ഉപദേശ സ്വഭാവമുള്ള ആ ഒരു റീസൺ കണ്ട് നിങ്ങൾക്കൊരു ഫീലൊക്കെ തോന്നണമെങ്കിൽ ഈ അടുത്ത് വന്ന മദ്രാസി എന്ന സിനിമയിൽ ശിവകാർത്തികേയൻ തന്നെയും വിളിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് ഫേക്ക് ചെയ്യുന്ന സെൻറ്റിമെൻ്റൽ സീനൊക്കെ കണ്ട് നിങ്ങളുടെ കണ്ണ് നനഞ്ഞിട്ടുള്ളതായിരിക്കണം. മോശം പറയിപ്പിക്കാത്ത രീതിയിൽ വിഷ്ണു വിശാൽ നമ്പി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. രാക്ഷസനിലേതുപോലെ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന കഥാപാത്രമൊന്നുമല്ല ഇതിലുള്ളത്. ഇവിടെ കുറച്ചുകൂടെ കായികാധ്വാനമാണ് സിനിമ ആവശ്യപ്പെടുന്നത്. ഇതിലെ 2 സ്ത്രീ കഥാപാത്രങ്ങൾക്കും കഥയിൽ കാര്യമായ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാനില്ല. ശ്രദ്ധ ശ്രീനാഥ് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം ഒന്നുമില്ലെങ്കിലും ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷനെങ്കിലും കഥയിൽ കൊടുക്കുന്നുണ്ട്. മാനസ ചൗധരി അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറിനും ആ ക്യാരക്ടറുള്ള ട്രാക്കിനും സിനിമയിൽ കാര്യമായ ഒരു പ്രസക്തിയുമില്ല. ഒരുപാട് എക്സ്പ്രഷനൊന്നും ഇടുന്നില്ലെങ്കിലും വോയിസ് മോഡുലേഷൻ സാമാന്യം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വില്ലൻ കഥാപാത്രത്തെ സെൽവരാഘവൻ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ തിരക്കഥയുടെ പല സ്ഥലത്തും മൊമെന്റുകളെ രാക്ഷസന് സമാനമായ രീതിയിലേക്ക് അവതരിപ്പിക്കാൻ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. സംഭവം രാക്ഷസൻ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിരക്കഥയല്ല ആര്യൻ്റേത്. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്തോറും സിമ്പിളും സില്ലിയുമാകുന്ന ഒരു സിനിമയാണ് ആര്യൻ.
ഉപദേശമൊക്കെ പറയുന്ന വില്ലൻ്റെ ഫിലോസഫിയോട് ചേർന്ന് നിൽക്കണോ അതോ അകന്നു നിൽക്കണോ എന്ന് പടം തീരാനാവുമ്പോഴേക്കും ഇതുണ്ടാക്കിയവർക്ക് തന്നെ സംശയമുണ്ട്. വാർപ്പ് മാതൃകകൾ പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് പൊളിക്കൽ ഗംഭീരമായി ചെയ്തു, പക്ഷേ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള മെറ്റലും കമ്പിയും കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് പറയുന്ന പോലത്തെ ഒരു പടമാണ് ആര്യൻ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്